മുൻ കരസേനാ മേധാവി നരവനയുടെ ഓർമ്മക്കുറിപ്പിലെ ചില വരികൾ കാരവനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ഉദ്ധരിച്ചുകൊണ്ട് നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷം രംഗത്തെത്തി. പിന്നീട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ രൂക്ഷമായ വാക്പോരിനാണ് സാക്ഷ്യം വഹിച്ചത്. സഭ അല്പസമയത്തേക്ക് മൂന്നിനെ പിരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി നമ്മോടൊപ്പം ചെയ്തു. ബൽറാം, ഈ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈനീസ് ട്രൂപ്പുകൾ എത്തിയ സമയത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായില്ല, തനിക്ക് ചില സങ്കോചങ്ങൾ ഉണ്ടായി, അതിലൊന്നും കൃത്യമായ ഇടപെടലുകൾ കേന്ദ്രത്തിൽ നിന്നോ രാജ്നാഥ് സിംഗിൽ നിന്നും ഉണ്ടായെന്നുള്ള അടക്കമുള്ള രൂക്ഷമായ ആരോപണങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു നിരവധി ഈ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടായത്. നേരത്തെ വിവാദമായിരുന്നു. ഇപ്പോൾ ഈ കാരവനിലെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രസംഗം അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്കുകൾ ഉദ്ധരിക്കേണ്ടി വന്ന പശ്ചാത്തലം എന്താണ്? കോൺഗ്രസിന്റെ രാഷ്ട്രസ്നേഹം, ദേശസ്നേഹം ചോദ്യം ചെയ്തുള്ള പ്രതിപക്ഷ അംഗത്തിന്റെ ഒരു വിമർശനത്തിൽ നിന്നാണോ ഇത്തരത്തിലൊരു മറുപടി, ഇത്തരത്തിലൊരു ഉദ്ധരണി ഉണ്ടാകുന്നത്? സുഹൈൽ, 2017 2 മാസത്തിലേറെ നീണ്ടുനിന്ന ഇന്ത്യ ചൈന സംഘർഷം, അത് ഇന്ത്യ ചൈന കിഴക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയായ ഈ ചിക്കൻ നെക്ക് മേഖലയിൽ വരുന്ന ഡോക്ലാമിലായിരുന്നു 2 മാസത്തിലേറെ ഇന്ത്യ ചൈന സൈനികർ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സമയത്ത് കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളാണ് ജനറൽ മനോജ് മുകുന്ദ് നർവാനെ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സർവീസ് കാര്യങ്ങൾ ഉൾപ്പെടെ പരാമർശിക്കുന്ന പുസ്തകം ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന് തടസ്സങ്ങൾ നേരിടുന്നു എന്നായിരുന്നു കാരവൻ മാഗസിനിലെ ലേഖനത്തിൽ പ്രതിപാദിച്ചത്. ഒപ്പം തന്നെ ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങളും അതിൽ ഉദ്ധരിച്ചിരുന്നു. ഈ ഒരു ഭാഗങ്ങളാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലും ഉദ്ധരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചത്. രാഹുലിന് തൊട്ടു മുമ്പായി ഈ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പിന്തുണച്ചുകൊണ്ട് സഭയിൽ സംസാരിച്ചത് ബംഗളൂരുവിൽ നിന്നുള്ള BJP അംഗവും BJPയുടെ യുവ നേതാവുമായ തേജസ്വി സൂര്യയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അത് മുൻ രാഷ്ട്രപതിമാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ ഒരിക്കൽ പോലും വികസിത് ഭാരത് എന്ന വാക്കുപോലും ഉൾപ്പെട്ടിട്ടില്ല. ഇത്രത്തോളമാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ രാജ്യസ്നേഹം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിന് മറുപടിയായിക്കൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തതിനുള്ള മറുപടി എന്ന് ആമുഖത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ജനറൽ നർവാനെയുടെ പുസ്തകത്തിലെ ചില വരികൾ ഉദ്ധരിക്കാൻ ശ്രമിച്ചതും അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ തുടക്കത്തിൽ ഇടപെട്ട് അത്തരത്തിലൊരു പുസ്തകം ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് സഭയിൽ സംസാരിക്കാൻ പാടില്ല എന്നുമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചത്. അത് പിന്നീട് BJP അംഗം നിഷികാന്ത് ദുബെ ഈ വിഷയത്തിൽ ക്രമപ്രശ്നം ഉന്നയിക്കുകയും സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് സ്പീക്കർ റൂളിംഗ് നൽകുകയായിരുന്നു. സഭയുടെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്ത രേഖകൾ വെച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും ഈ വിഷയം സംസാരിക്കരുത് എന്ന് റൂളിംഗ് നൽകുകയും ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിൽ പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും തൻ്റെ പ്രസംഗം തുടങ്ങി വീണ്ടും ഈ ഉദ്ധരണികളിലേക്ക് തന്നെ കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ 4 വരി മാത്രമേ പറയുന്നുള്ളൂ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും പറയുന്ന 5 വരികൾ മാത്രമാണ് താൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. തുടർന്നാണ് കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖ അംഗങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷയും കൂടാതെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ തടസ്സവുമായി രംഗത്തെത്തിയത്. ഇത്തരത്തിൽ പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങൾ, ചട്ടങ്ങൾ എന്നിവ പാലിക്കേണ്ടതാണ് എന്നും വീണ്ടും സ്പീക്കർ വിലക്കിയ ശേഷവും ആവർത്തിച്ച് രാഹുൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും വിലക്കിയ കാര്യങ്ങൾ വീണ്ടും പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നും അത് ഇത്തരത്തിൽ പ്രവർത്തിക്കാനാകില്ല എന്നും പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് ഈ വലിയ പ്രതിപക്ഷ ഭരണ വാക്പോര് ഉണ്ടായത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിയത് രാഹുലിനെ കേൾക്കാനാണ്. രാഹുൽ എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി സ്പീക്കറുടെ റൂളിംഗ് അനുസരിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കണം എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ഈ ഘട്ടങ്ങളിൽ രാഹുലിനെതിരെ എതിർപ്പ് ഉന്നയിക്കുമ്പോൾ KC വേണുഗോപാൽ രാഹുലിന് വശത്ത് നിന്നും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അർഹതയുണ്ട് എന്നും അത് സഭാചട്ടം 349 അനുസരിച്ച് അതിന് അർഹതയുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ സഭയ്ക്കുള്ളിൽ അത്തരത്തിലൊരു അഭിഭാഷകന്റെ ആവശ്യമില്ല എന്നും
സഭയിൽ അഭിഭാഷകരല്ല, അംഗങ്ങൾ എന്ന നിലയിലാണ് സംസാരിക്കേണ്ടത് എന്നും സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു. KC വേണുഗോപാലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്. തുടർന്ന് വീണ്ടും രാഹുലിന് സംസാരിക്കാൻ അവസരം ലഭിച്ച ഘട്ടത്തിലും അദ്ദേഹം ഈ ജനറൽ നർവാനയുടെ പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. അത് വിലക്കിയ ഘട്ടത്തിൽ ഇന്ത്യ, ചൈന എന്നീ പേരുകളൊന്നും പരാമർശിക്കാതെ ഒരു രാജ്യത്ത് അതിർത്തിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ 4 ടാങ്കുകൾ അതിർത്തിയിലേക്ക് വരുന്നു എന്ന നിലയിൽ ഒരു പേരുകളും പരാമർശിക്കാതെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയായിരുന്നു. ആ ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉയരുകയും തുടർന്ന് ക്ഷുഭിതനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുകയുമായിരുന്നു. തേജസ്വി സൂര്യ ഒരിക്കലും പ്രതിപക്ഷത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നിയാണ് സംസാരിച്ചത് എന്നും അക്കാര്യത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷത്തിന് മറുപടി നൽകാം, രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാമെന്നും, മറിച്ച് സഭാധ്യക്ഷൻ വിലക്കിയ കാര്യങ്ങൾ അത് സഭയിൽ സംസാരിക്കുന്നത് ശരിയല്ല, അത് സഭയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ്, സഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിക്കേണ്ടതാണ് എന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. തുടർന്ന് ആ ഘട്ടത്തിൽ ബഹളവുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തുകയും ഉടൻ തന്നെ സഭ 3 മണിവരെ പിരിഞ്ഞതായി സ്പീക്കർ അറിയിക്കുകയുമാണ് ഉണ്ടായത്. സുഹൈൽ, കോൺഗ്രസിന് ദേശസ്നേഹമില്ല എന്ന തേജസ്വി സൂര്യയുടെ ആരോപണത്തിന് മറുപടി എന്ന കണക്കെയാണ് ഇത്തരത്തിൽ കാരവനിൽ അച്ചടിച്ച നരവനയുടെ ഓർമ്മക്കുറിപ്പിലെ വരികളടക്കം ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തിയത്. ഇതിൽ ഭരണപക്ഷം എതിർക്കുകയായിരുന്നു. ക്രമപ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടയാൻ ശ്രമിച്ചു. ഇപ്പോൾ തൽക്കാലം സഭ പിരിഞ്ഞിരിക്കുന്നു. ബൽറാം നടുകടെയാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.